ഇന്ത്യയിൽ അറോറ അല്ലെങ്കിൽ ധ്രുവദീപ്തി കാണുന്നതിന്റെ കാരണമെന്ത്? സാധാരണയായി ധ്രുവപ്രദേശങ്ങളിലാണ് അറോറ കാണപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ലക്നൌ പോലെയുള്ള സ്ഥലങ്ങളിൽ ധ്രുവദീപ്തി കാണപ്പെടുന്നത്? ഇതിന് കാരണം സൂര്യനിൽ നിന്നും ഇപ്പോൾ വരുന്ന വലിയ ഒരു സോളാർ ഫ്ലെയർ ആണ്. സൂര്യനിൽ നിന്നും ഏതാണ്ട് 11 വർഷത്തെ ഇടവേളയിൽ ഇതുപോലെയുള്ള സോളാർ ഫ്ലെയറുകളും കൊറോണൽ മാസ് ഇജക്ഷനുമെല്ലാം നടക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സോളാർ സ്റ്റോം ഉണ്ടായത് 1959-ലാണ്. ദ കാരിങ്ടൺ ഇവന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അത് കാര്യമായൊരു നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. ഭൂമിക്ക് ചുറ്റും മനുഷ്യനിർമ്മിതമായ ധാരാളം സാറ്റലൈറ്റുകൾ ഭ്രമണം ചെയ്യുന്നുണ്ട്. ഈ സാറ്റലൈറ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളെയും അത് ബാധിക്കും. 1959-ൽ വന്ന സോളാർ ഫ്ലെയറിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ സോളാർ ഫ്ലെയർ ഓരോ 11 വർഷത്തെ ഇടവേള കൂടുമ്പോൾ നടക്കുന്നുവെങ്കിലും അത് ഭൂമിക്ക് നേരെ വരുന്നത് അപൂർവമായിട്ടായിരിക്കും. ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇന്റർനെറ്റ് എന്നിങ്ങനെ പല കാര്യങ്ങളിലും സോളാർ ഫ്ലെയറിന്റെ ആഘാതം ബാധിച്ചേക്കാം.